So hi guys, it's me Jersha from Tris Learning App. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് BSc കെമിസ്ട്രിക്ക് ശേഷം നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അതേപോലെ തന്നെ PhD ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ BSc കെമിസ്ട്രിക്ക് ശേഷം മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്കറിയാം മാസ്റ്റേഴ്സിൻ്റെ സമയത്ത് കുറച്ചും കൂടെ എഫേർട്ട് ഇടണം, കൂടുതൽ പഠിക്കാനുണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സോ എന്തായാലും നമ്മൾ ആ എഫേർട്ട് ഇടുന്നത് കുറച്ചും കൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് IIT, NIT അതേപോലെ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ കരിയർ വൈസ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ വൈസ് എടുക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ആ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത്. സോ നമ്മുടെ BSc കെമിസ്ട്രിക്ക് ശേഷം നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല നല്ല അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനുള്ളത്. അതിൽ നമ്മളുടെ ഒരു എൻട്രൻസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് TIFR വെച്ചിട്ടാണ്. അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന TIFR എക്സാം വെച്ചിട്ടാണ് നമ്മുടെ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു TIFR, അതായത് നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളെ കരിയർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ TIFR ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 2nd വീക്കിൽ നടക്കാൻ പോകുന്ന IIT JAM എക്സാം ആണ്. സോ IIT JAM എന്ന് പറയുന്നത് ഓരോ വർഷവും ഓരോ IIT നടത്തുന്ന എൻട്രൻസ് ആണ് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. സോ ആ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മൾക്ക് IIT, NIT അതേപോലെ തന്നെ IISSE പോലത്തെ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ ലഭ്യമാകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് IIT, NIT ഒന്നുമല്ല വേണ്ടത്, HCU അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനത്തെ അടിപൊളി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUET ആണ് നിങ്ങൾ പഠിച്ച് ക്രാക്ക് ചെയ്യേണ്ടത്. സോ ഇത് മൂന്നുമാണ് നമ്മളെ മെയിനായിട്ട് നമ്മളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IIT JAMനെ പറ്റിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, IIT ടാഗ് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. കിട്ടിയാൽ അത്രയും സന്തോഷം. IIT, NIT എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സെൽഫ് സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന ഒരു ടാഗ് തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ IIT കിട്ടാനുള്ള ഓപ്ഷൻസ്, അതും BSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് MSc IITയിലോ NITയിലോ ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ IIT JAM കെമിസ്ട്രി നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതോടുകൂടെ ആ ഒരു എൻട്രൻസ് നിങ്ങൾ നല്ല റാങ്കോട് കൂടെ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് MSc കെമിസ്ട്രി ആണ്, രണ്ടാമത്തത് ജോയിൻറ്റ് MS PhD. അതായത് നിങ്ങൾക്ക് നേരെ സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ നിങ്ങളുടെ MScനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എനിക്ക് PhD വേണമെന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഗേറ്റ് ഒക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, PhDയിലേക്ക് കിടക്കണം. പക്ഷേ നിങ്ങൾക്ക് ജോയിൻറ്റ് MS PhD ആണെങ്കിൽ ആ ഒരു MSc കഴിയുമ്പോഴേക്ക് ജസ്റ്റ് ഗേറ്റ് ക്രാക്ക് ചെയ്താൽ മതി, ഇൻ്റർവ്യൂ ഒന്നുമില്ല, നേരെ നിങ്ങളുടെ മാസ്റ്റേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഡ്യുവൽ ഡിഗ്രി ആണ്. സോ ഇത്രയും കോഴ്സസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, IIT JAM എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നതോടെ കിട്ടുന്നത്. സോ ഇനി അടുത്തത് എങ്ങനെയാണ് ഈ എക്സാം, IIT JAM കെമിസ്ട്രി CY എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ IIT JAM CY എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്ന് ചോദിക്കുക. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 60 ചോദ്യമാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ 100 മാർക്കിനാണ് നമ്മളെ എക്സാം നടക്കുന്നത്. 3 പാറ്റേണിലായിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റുക. ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത് MCQ ആണ്, 30 MCQ ഉണ്ടാവും. സെക്ഷൻ ബിയിൽ വരും പിന്നെ MSQ ആണ്, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്, 10 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആൻഡ് തേർഡ് സെക്ഷൻ സിയിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് വരും, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്, അതായത് നാറ്റ് ആണ് വരിക. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എൻട്രൻസിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു IIT JAM എൻട്രൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്ഷൻ എയിൽ മാത്രമാണ് എന്തുള്ളത്, നെഗറ്റീവ് മാർക്ക് ഉള്ളത്. അപ്പോൾ തന്നെ പകുതി സമാധാനമായി. കാരണം എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാത്ത ക്വസ്റ്റ്യന് പോലും ആൻസർ ചെയ്യാൻ പറ്റും. സോ അഥവാ നമുക്ക് കിട്ടിയല്ലോ ആ മാർക്കും കൂടെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. സോ MCQയിൽ മാത്രമാണ് നിങ്ങളെ നെഗറ്റീവ് മാർക്ക് വരുന്നത്. സോ ആദ്യത്തെ 1 to 10 ക്വസ്റ്റ്യനിൽ 1 മാർക്ക് ഈച്ചാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടുക. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് വരുന്നത് 1/3 ആണ്. അതേപോലെ നിങ്ങൾ 10 to 30 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളെ നെഗറ്റീവ് മാർക്ക് എത്ര വരും, -2/3 വരുന്നതായിരിക്കും. സോ ആ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ എക്സാം എഴുതും ആകെ സൂക്ഷിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് MCQ ആണ്. ഇനി MSQൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ എത്ര ഉണ്ടാവും, മേ ബി 4 ആൻസർ കറക്റ്റ് ആവാം, ചിലപ്പോൾ 2 ആവാം, ചിലപ്പം 1 മാത്രമാവാം. ആ ഒരു സെക്ഷനാണ് MSQ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ എന്ന് പറയുന്നത് നമ്മൾ അവസാനം കാൽക്കുലേറ്ററിലൊക്കെ ആൻസർ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ന്യൂമറിക്കൽ ആൻസർ കിട്ടും. അത് നമ്മൾ നേരെ അതിൽ ടൈപ്പ്
ചെയ്ത് കൊടുക്കുക. സോ ഗേറ്റ് കാൽക്കുലേറ്ററൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ കൈകൊണ്ട് കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സോ എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയാണ് നമ്മൾ എക്സാം പാറ്റേൺ ഉള്ളത്. 100 മാർക്കിലാണ് 60 ക്വസ്റ്റ്യൻ ആണ്. അത് 3 മണിക്കൂർ എക്സാം ഉണ്ട്. സോ ഇനഫ് ടൈം നിങ്ങളുടെ മുന്നിലുണ്ടാവും. ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഒരിക്കലും IIT JAM എക്സാമിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. നിങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മാത്രം സൂക്ഷിച്ചാൽ മതി. സോ ഇതാണ് നമ്മുടെ JAM എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രീവിയസ് കട്ട് ഓഫ് ആണ്. ഈ ഒരു എക്സാം ടഫാണ്, കാരണം IIT നടത്തുന്ന എക്സാമുകളാണ്. സോ കുറച്ച് സ്റ്റാൻഡേർഡ് എക്സാം ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ടഫാണ്. ഇത് നമ്മൾ സാധാ കുട്ടികൾക്കൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണോ? സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് കാണിച്ചു തരാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2016 മുതൽ 2023 വരെയുള്ള കട്ട് ഓഫുകൾ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ മാക്സിമം കട്ട് ഓഫ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഇയറിനാണ്. നിങ്ങളുടെ മാക്സിമം കട്ട് ഓഫ് വന്നത് 28.46 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കാണ്. നമുക്കറിയാം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 100ലാണ് നമ്മൾ എക്സാം മാർക്കിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ 100ൽ 28 മാർക്ക് അല്ലെങ്കിൽ 29 മാർക്കാണ് നിങ്ങളെ മാക്സിമം കട്ട് ഓഫ് വന്നത്. സോ 100ലൊരു 30 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് 3 വർഷം BSc കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. കാരണം അത്രക്കും ചെറിയ കട്ട് ഓഫ് 2023 കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറലുകാർക്ക് വെറും 20 മാർക്കാണ്. ഇനി OBC കാറ്റഗറി ആണ് നിങ്ങളെങ്കിലോ 18 മാർക്ക് മതി. അതേപോലെ SC ST ആണെങ്കിൽ അതിലും കുറവായിരിക്കും, 10.26 മാർക്ക് മാത്രം മതി. സോ ഒരു മാക്സിമം 30 മാർക്ക് നിങ്ങൾ IIT JAM കെമിസ്ട്രി എക്സാമിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈഡ് ആവാൻ പറ്റും. പക്ഷെ നമ്മൾ ക്വാളിഫിക്കേഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് വേണം, നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം. ടോപ്പ് 5 IIT തന്നെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 30ൻ്റെ കൂടെ ഒരു 20 മാർക്ക് എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എഫേർട്ടിന് നമുക്കുള്ള ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 2023 എഴുതിയ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 46 ആണ്. 46 കിട്ടിയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 200 ആണ്. സോ 200 ഒക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ടോപ്പ് 5 IITയിൽ കിട്ടാനുള്ള മാർക്കാണ്. സോ അത് നിങ്ങൾ BSc ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയർ ആയിക്കോട്ടെ. സോ തേർഡ് ഇയർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്ത് നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുക. സോ തേർഡ് ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു 50 മാർക്ക് നിങ്ങളെ കെമിസ്ട്രിയിൽ വാങ്ങാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യമല്ല. സോ പറ്റുന്നതാണ്. നിങ്ങൾ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇത്രയും ചെറിയ കട്ട് ഓഫ് ആണ്. ഇത്രയും ചെറിയ കട്ട് ഓഫ് നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റുന്നതുമാണ്. സോ നിങ്ങൾ വലിയൊരു കട്ട് ഓഫ് ആയിരിക്കും, നമ്മുടെ JEE ഒക്കെ പോലെ 99% ഒന്നും ഒരിക്കലും വാങ്ങേണ്ട. വെറും 30 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ വെറും 20 മാർക്ക് എക്സ്ട്രാ ആഡ് ചെയ്താലോ നിങ്ങൾക്ക് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് നടത്താം. അതായത് നമ്മൾ JAM കെമിസ്ട്രീൻ്റെ സിലബസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് ആയിട്ട് 3 സെക്ഷൻ ഉണ്ട്. അതിൽ കറക്റ്റ് ഫിസിക്കൽ എന്താണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഇനോർഗാനിക്കൽ എന്താണ് പഠിക്കേണ്ടത്, ഓർഗാനിക്കൽ എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. 2015 to 2022 അനാലിസിസ് ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇത് ആരുടെയാണ്, ഇനോർഗാനിക് കെമിസ്ട്രീൻ്റെ ഒരു അനാലിസിസ് ആണ്. സോ ഇനോർഗാനിക് കെമിസ്ട്രി അനാലിസിസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 24% ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ്. അതായത് നമുക്ക് വേണ്ടത് എത്രയാണ്, 30 to 40 റേഞ്ചിലാണ് നമുക്ക് മാർക്ക് വാങ്ങേണ്ടത്. സോ നിങ്ങൾ ഫുള്ളി ആ സിലബസ് കംപ്ലീറ്റ് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുക. അതായത് നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചു എന്ന് വയ്ക്കുക. വൃത്തിക്ക് മീൻസ് എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ നിന്ന് കിട്ടിയില്ലേ. അതിൻ്റെ കൂടെ നിങ്ങൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് പഠിച്ചു, അതിൻ്റെ കൂടെ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായി, ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരു കുഴപ്പമില്ലാത്ത മാർക്ക്, ഒരു 10 മാർക്സ് അല്ലെ 10+ മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനോർഗാനിക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഫുള്ളി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഇതാണ് നമ്മുടെ ഇനോർഗാനിക്കിൻ്റെ ഒരു പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഓർഗാനിക് എടുത്തു നോക്കുകയാണ്. എനിക്കിവിടെ കാണാൻ പറ്റും 26% ക്വസ്റ്റ്യൻസ് വന്നത് നെയിം റിയാക്ഷൻസ് എന്നാണ്. നിങ്ങൾ ഓൾറെഡി 5th സെമ്മിലും 6th സെമ്മിലൊക്കെ നെയിം റിയാക്ഷൻസ് പഠിക്കുന്നതാണ്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് നെയിം റിയാക്ഷൻസ് എഴുതാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസവും GOCയും പഠിച്ചാൽ 19% അവിടെ നിന്ന് വന്നു. അതിൻ്റെ കൂടെ നിങ്ങൾ സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 3 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓർഗാനിക് എന്നും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് അവിടെ സെക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കുന്ന സാധനങ്ങൾ അത്രയും അടിപൊളിയായിട്ട് പഠിക്കണം. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഫുള്ള് പഠിക്കേണ്ട. നമുക്ക് ഏകദേശം ഒരു 33 ടോപ്പിക്കുകളുണ്ട്. ആ 33 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള
ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ എടുത്ത് നിങ്ങൾ അത്രയും കോൺഫിഡൻറ്റിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, IIT JAM ക്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ നല്ല മാർക്കോടെ നിങ്ങൾക്ക് നല്ല റാങ്ക് ആയിട്ട് നല്ലൊരു ടോപ്പ് IIT തന്നെ പോകാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഫിസിക്കൽ എടുത്ത് നോക്കുക. ഫിസിക്കൽ എടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും തെർമോഡൈനാമിക്സിന് 21% ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 10% ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതേപോലെ കെമിക്കൽ കൈനറ്റിക്സിനൊക്കെ 11% ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നിങ്ങളെ അനാലിസിസ് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നു. ഇപ്പം ഞാൻ കാണിച്ചു വന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, 40+ മാർക്ക് എന്ത് തന്നെയാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമ്മളുടെ മൂന്നും, അതായത് ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക്കിൻ്റെ 3 അനാലിസിസ് നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫുള്ള് പഠിക്കണം എന്നല്ല പറയുന്നത്, പഠിക്കുന്നത് അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലർക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടാവും. എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇനോർഗാനിക്കിനോടായിരുന്നു കൂടുതൽ പ്രിഫറൻസ്, കാരണം എനിക്ക് കുറച്ചും കൂടെ ബൈ ഹാർട്ട് ചെയ്തത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ചിലർക്ക് ഫിസിക്കലായിരിക്കും, കാരണം ഇക്വേഷൻസ് പഠിക്കുന്നു, നേരെ നല്ല മാത്തമെറ്റിക്കൽ സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. സോ ചിലർക്ക് ഓർഗാനിക്കിനോടായിരിക്കും. സോ നിങ്ങളെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പഠിക്കുക. പക്ഷേ പഠിക്കുന്ന സമയത്ത് ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ്ലി ഒഴിവാക്കരുത്. 3നെയും ഈക്വലായിട്ട് പഠിക്കുക. പക്ഷേ കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് തരുന്നതിനെ കൂടുതൽ എന്ത് ചെയ്യുക, കൂടുതൽ നോക്കി അല്ലെങ്കിൽ അതിലുള്ള ടോപ്പിക്കുകൾ എക്സ്ട്രാ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നമ്മളുടെ IIT JAM കെമിസ്ട്രിയുടെ സിലബസ് ആണിത്. നിങ്ങൾക്ക് ഓൾറെഡി IIT വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് മോളിക്കുലർ ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ ആണ്. നിങ്ങളുടെ ക്വാണ്ടം മെക്കാനിക്സ് അതേപോലെ തന്നെ നമ്മളുടെ അറ്റോമിക് സ്ട്രക്ചർ ഒക്കെയാണ് ഫസ്റ്റ്. രണ്ടാമത്തത് ഗ്യാസ് സ്റ്റേറ്റ്, പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ഇതേപോലെ കെമിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, അഡ്സോർപ്ഷൻ, സ്പെക്ട്രോസ്കോപ്പി. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, നമ്മുടെ ഫിസിക്കലിൽ പഠിക്കാനുള്ളത്. സോ എല്ലാം നിങ്ങൾ ഓൾറെഡി +2 മുതൽ പഠിച്ചതായിരിക്കും. ജാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ യൂണിവേഴ്സിറ്റി സിലബസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ ഒന്ന് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ചൊന്ന് ഡെപ്തിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ അതാണ് നമ്മളെ ജാമിന് നമ്മളെ യൂസ്ഫുൾ ആക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളെ യൂണിവേഴ്സിറ്റി പോലെ എസ്സേ അല്ലല്ലോ, കുറച്ചും കൂടെ പ്രോബ്ലംസും അതേപോലെ തന്നെ കൺസെപ്റ്റ് ആയിരിക്കും. സോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രി നോക്കുകയാണെങ്കിലോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് GOCയും അതേപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. അതേപോലെ തന്നെ റിയാക്ഷൻ മെക്കാനിസം, ക്വാണ്ടിറ്റേറ്റീവ് ഓർഗാനിക് അനാലിസിസ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ഇൻ കെമിസ്ട്രി ആൻഡ് ആരോമാറ്റിക് ആൻഡ് ഹെട്രോസൈക്ലിക് കെമിസ്ട്രി. ഇത്രയാണ് നമ്മൾ എന്തുള്ളത് ഓർഗാനിക്കിൽ പഠിക്കാനുള്ളത്. ഓർഗാനിക് വളരെ ചെറിയൊരു സിലബസ് ആണ്, പക്ഷേ ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഓർഗാനിക് നല്ല ഡെപ്തിലും കൂടെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇനി ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിലോ പീരിയോഡിക് ടേബിൾ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലർജി, കെമിക്കൽ ബോണ്ടിങ്, അതേപോലെ തന്നെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, D ബ്ലോക്ക്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് അനലിറ്റിക്കൽ കെമിസ്ട്രി. ഇത്രയാണ് നമ്മൾ ഇനോർഗാനിക്കിലും പഠിക്കാനുള്ളത്. സോ ഈ ഒരു സിലബസ് പ്രിസ്ക്രൈബ്ഡ് ആണ്. സോ ഇതിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒന്നും ചോദിക്കില്ല. നിങ്ങൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സിലബസ് നോക്കിയിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ടോപ്പിക്, അതിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ജാമിൻ്റെ ലെവലിലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, 30+ മാർക്ക് ഷുവർ ആണ്. സോ ഇതാണ് നമ്മുടെ ജാം കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് ജാം കെമിസ്ട്രിയുടെ സിലബസ് അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്ലാസ് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. സോ നിങ്ങൾക്ക് ജാം കെമിസ്ട്രീനെ പറ്റി കൂടുതൽ അറിയാനും അതേപോലെ തന്നെ നമ്മുടെ കോച്ചിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ പക്ക പ്യുവർ ആയിട്ട് ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏകദേശം 33 ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാക്കി എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് കഴിഞ്ഞപാട് നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. വീക്കെൻഡ് എക്സാം ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെന്റർഷിപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് അതായത് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ അവൈലബിൾ ആക്കുന്നതാണ്. സോ ഇത്രയും ഇൻറ്റൻസീവ് ആയിട്ട് നമ്മൾ കോച്ചിങ് അവൈലബിൾ ആക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാക്കി ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ BSc കഴിഞ്ഞ് നല്ലൊരു IIT പോകണം അല്ലെങ്കിൽ NIT ടാഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
IIT JAM എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ്. ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ആണ്, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. സോ നിങ്ങൾ ആ ഒരു സിലബസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സോ BSc തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങളെ ടൈം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സെക്കൻഡ് ഇയർ ആണെങ്കിൽ നിങ്ങളും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം തേർഡ് ഇയർ എത്തുമ്പോൾ കൂടുതൽ എന്ത് വരും, ടൈം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയർ ആയിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഫസ്റ്റ് ഇയർ ആണെങ്കിലും നിങ്ങൾക്കും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എന്താണ് അവിടെ സിലബസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്കും തേർഡ് ഇയർ ആവുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു.